തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു പതിവായിരിക്കുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ സമാനമായ ഒരു നീക്കം സ്വകാര്യ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുകയാണ് കർണാടക സർക്കാർ. 162 ക്ഷേത്രങ്ങൾക്കാണ് HRCE നിയമപ്രകാരം നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നിയമത്തിൻ്റെ പരിധിയിലേക്ക് ഈ ക്ഷേത്രങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 34,562 ക്ഷേത്രങ്ങളാണ് കർണാടകയിലെ സർക്കാരിൻ്റെ അധീനതയിലുള്ള സർക്കാർ ഭരിക്കുന്ന ക്ഷേത്രങ്ങൾ. സ്വകാര്യ ക്ഷേത്രങ്ങൾ അവ പിടിച്ചെടുക്കുന്നതിലൂടെ അതിൻ്റെ വരുമാനം കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ നീക്കമെന്നാണ് ഹൈന്ദവ സംഘടനകൾ പറയുന്നത്. ഏതായാലും ഹൈന്ദവ സംഘടനകൾ കടുത്ത നിലപാടിലേക്ക് നീങ്ങിയിരിക്കുന്നു. അവർ പറയുന്നത് ഈ നോട്ടീസ് പിൻവലിച്ചില്ല എങ്കിൽ, റദ്ദാക്കിയില്ലെങ്കിൽ വലിയ പ്രതിഷേധം നിങ്ങൾ ക്ഷണിച്ചു വരുത്തും, അതൊരു വമ്പൻ പ്രക്ഷോഭമായി മാറുമെന്ന് ഹിന്ദു ആക്ടിവിസ്റ്റായ ഗിരീഷ് ഭരദ്വാജ് അനവധി ഹൈന്ദവ സംഘടന നേതാക്കളും ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് സ്വകാര്യ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ സർക്കാരിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു നിയമമാണ്, ഒരു ബില്ലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറേ നാളായി ഒരു നീക്കം നടക്കുന്നുണ്ട്. ഏതായാലും കർണാടക വീണ്ടും കത്തുമെന്ന് ഉറപ്പ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.